ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ വീട്ടിലൊന്നും അല്ല, ഇങ്ങോട്ടോ പോവാന്ന്. അതെന്നെ കേട്ടോ, നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണേ. നമ്മൾ വന്നേക്കുന്ന അമ്പലം അമ്മച്ചി വീട് മൂർത്തി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ചൊവ്വയും വെള്ളിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് അർച്ചനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്പലത്തിന്റെ പുറത്ത് തന്നെ ജിന്നും ഉണ്ട് കേട്ടോ. ജിന്നിന്റെ ആരാധനയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ പട്ടൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. പിന്നെ അതേ കണക്ക് ചന്ദനത്തിരിയും കൊടുക്കും. അപ്പോൾ ഞാനും പട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അത് തലയ്ക്ക് ഒഴിഞ്ഞ് അവിടെ വെക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മുസ്ലിങ്ങളായാലും ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വരും കേട്ടോ. എല്ലാവരും വരുന്ന ഒരു അമ്പലമാണിത്. അതുപോലെ തന്നെ ഇവിടെ കരിങ്കോഴി, അത് കണക്കന്നെ പട്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നേർച്ച. ഇവിടെ നമുക്ക് എന്താണ് ആഗ്രഹം അത് കണക്കനുസരിച്ച് ഇവിടെ നേർച്ച ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ തൊഴുതിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണീനെ എടുത്തതിൻ്റെയാണ് ഇത്. കുഞ്ഞുമണിക്ക് ഇറങ്ങി നടക്കണം, അതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞുമണിക്ക് ഉണ്ടോ, കുഞ്ഞുമണി സുന്ദരി ആയിട്ടുണ്ടോ. പിന്നെ കുഞ്ഞുമണി ഇവിടെ നിൽക്കുന്നുണ്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ കുഞ്ഞുമണി ഇവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പോസ് ചെയ്യാണ് പുള്ളിക്കാരി. പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തില്ല കേട്ടോ, വീഡിയോ ആണ് എടുത്തത്. എനിക്ക് മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ അടിച്ചാൽ ഞാൻ പെട്ടെന്ന് ഓടി അമ്പലത്തിലേക്കാണ് കേട്ടോ വരുന്നത്. എനിക്ക് അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പോസിറ്റീവ് വൈബ് തന്നെ കിട്ടും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ചിലർക്കൊക്കെ പലയിടത്ത് പോകുമ്പോഴും സമാധാനമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. എനിക്ക് പക്ഷേ അമ്പലത്തിൽ വരുമ്പോഴാണ് കേട്ടോ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സങ്കടം വന്നാൽ എപ്പോഴും ഓടി അമ്പലത്തിലേക്കാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് ഇതുവഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ മാമനും മോളും കൂടെ ഫോട്ടോ എടുക്കാൻ എത്തിയപ്പോഴത്തേക്കുള്ള ഗോഷ്ടി കാണിക്കലാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുമണി ചിരിച്ചേന്ന്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കാനും വേണ്ടി ഒക്കാനിച്ചിട്ടുള്ള ചിരിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അച്ഛൻ വരാൻ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. മീനൊക്കെ വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കസാരയൊക്കെ ഇട്ട് ഇരിപ്പ് ആരംഭിച്ച്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞുമണിയുടെ ഗോഷ്ടിയും. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. എന്തായാലും ഇവിടെ വരെ വന്നേ, ചേച്ചിയുടെ വീട്ടിൽ കയറാതെ പോകുന്നത് എങ്ങനെ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേച്ചിയില്ല, ചേച്ചിയുടെ മക്കൾ മാത്രമേ ഉള്ളായിരുന്നേ. പിന്നെ അവരുമായിട്ട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴി ഇവിടെ ഒരു അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പൊറോട്ട വാങ്ങാണ്. അങ്ങനെ കുറച്ച് പൊറോട്ടയും ഗ്രേവിയും സാമ്പാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്നത്തെ സ്നാക്സ്. പിന്നെ വീട്ടിൽ വന്ന പാടെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ ഞാൻ അവിടുന്ന് എടുത്ത അതേ ഇലക്കകത്ത്, എനിക്ക് വാഴയിലേക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ പൊതിഞ്ഞ വാഴയിലേക്കകത്ത് കുറച്ച് സാമ്പാറും അതേ കണക്കിന് ചിക്കൻ കറിയും ഒക്കെ എടുത്തിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നോളെ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാത്ത ബൈ ബൈ, സീ യു.